ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അരുന്ധതിയെ കാണാൻ പോയതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഹരിസാറ് സിദ്ധാർത്ഥനോടും ദേവികയോടും പ്രഭാവതിയോടും എല്ലാം പറയുന്നു. മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ കാത്തിരിപ്പല്ല എനിക്കവിടെ കാണാൻ കഴിഞ്ഞത് എന്നും മാത്രമല്ല മകനെ കണ്ടുപിടിക്കാൻ സഹായം ഓഫർ ചെയ്തിട്ടും സന്തോഷമല്ല മറിച്ച് പകപ്പാണ് അവരുടെ മുഖത്ത് ഉണ്ടായത്. പിന്നെ ആരെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ അവർക്കൊരാശ്വാസമല്ലേ തോന്നേണ്ടത്, അതിന് പകരം ടെൻഷനാണ് അവരിൽ കാണാൻ കഴിഞ്ഞത് എന്നെല്ലാം ഹരി പറയുമ്പോൾ ഹരിയങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് ദേവിക ചോദിക്കുന്നതും നന്ദൻ പറഞ്ഞ് കുറച്ച് സത്യവും ബാക്കി കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദനെ പോലെ തന്നെ ഭാരവും പൊക്കവുമുള്ള ഒരാളെ ഒറ്റയ്ക്ക് കൊലപ്പെടുത്തിയെന്നും എന്നിട്ട് ഒറ്റയ്ക്ക് കുഴിയെടുത്ത് കുഴിച്ചു മൂടി എന്നൊക്കെ പറയുന്നതിൽ അസ്വാഭാവികത ഉണ്ടെന്നും നന്ദൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, ആരുടെയെങ്കിലും സഹായം നന്ദന് കിട്ടുന്നുണ്ടോയെന്നാണ് എൻ്റെ തോന്നൽ എന്നെല്ലാം ഹരിസാറ് പറയുമ്പോൾ അല്ല, നന്ദൻ പറഞ്ഞത് മുഴുവൻ ശരിയാണെന്നും അവൻ കുറ്റം സ്വയം ഏറ്റു പറഞ്ഞതല്ലേ എന്നെല്ലാം പ്രഭാവതി നന്ദൻ്റെ പക്ഷം പിടിച്ചു പറയുമ്പോൾ നന്ദൻ മാത്രമല്ല പ്രഭയും എന്തോ ഒളിക്കുന്നുണ്ടെന്ന് ഹരിസാറ് തുറന്നു പറയുന്നു. ഞങ്ങളൊന്നും ഒളിക്കുന്നില്ല എന്ന് പ്രഭാവതി പറയുമ്പോൾ നന്ദനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള വഴിയാണ് ഇപ്പോൾ നോക്കേണ്ടതെന്നെല്ലാം പ്രഭാവതി പറയുമ്പോൾ വളഞ്ഞ വഴിയിലൂടെ അവനെ രക്ഷിക്കാതെ നേരായ മാർഗത്തിലൂടെ അവനെ രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞേക്കും. അതിന് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആവേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഹരിസാർ. പിന്നീട് അരുന്ധതിയാണെങ്കിൽ ആ ജഡ്ജി ഹരി വന്ന് സഹായം ഓഫർ ചെയ്തതിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാം മതിയാക്കാം എന്നെല്ലാം അരുന്ധതി പറയുന്നുണ്ടെങ്കിലും തൻ്റെ ലക്ഷ്യത്തിൽ നിന്നും പുറകോട്ടില്ല എന്ന് തന്നെ ഋഷി പറയുന്നുണ്ട്. നന്ദനെ കൊടുക്കാൻ നോക്കിയിട്ട് നീയും കിവിനെയൊക്കെ ആയിരിക്കും കുടുങ്ങാൻ പോകുന്നത്, അതുകൊണ്ട് ജഡ്ജി ഹരിയോട് എല്ലാം തുറന്നു പറയാം എന്നെല്ലാം അരുന്ധതി വീണ്ടും പറയുമ്പോൾ അമ്മ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അമ്മ എന്നെ ജീവനോടെ കാണില്ല, ഞാൻ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കും എന്നെല്ലാം അരുന്ധതിയുടെ മുന്നിൽ ഭീഷണി മുഴുക്കാണ് കേട്ടോ ഋഷി ചെയ്യുന്നത്. പിന്നീട് ഋഷിയെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് പോയി കാണാം എന്നെല്ലാം ഹരി നിർബന്ധിച്ച് പറയുന്നുണ്ടെങ്കിലും നന്ദൻ അതിന് വഴങ്ങുന്നില്ല. അപ്പോൾ ദേവിയേക്കാണെങ്കിൽ അത് കേട്ട് നന്ദൻ്റെ ആ വാശിയുള്ള നിൽപ്പ് കണ്ട് ശരിക്കും ദേഷ്യം വരികയാണ്. ചന്ദ്രത്തെ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്ത് പോയ ആളാണ് ഞാൻ, പക്ഷേ ഞാൻ തിരിച്ചു വന്നത് മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് മാത്രമാണ്. അമ്മയും അച്ഛനുമായിട്ട് കാണുന്ന 2 പേർ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. നന്ദുവിന് വേണ്ടിയിട്ടാണ് ഹരിസാർ പോലും ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിന് നന്ദുവിൻ്റെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ എല്ലാം നടക്കൂ എന്ന് ദേവിക പറയുന്നുണ്ട്. തുടർന്ന് നന്ദൻ മറ്റാരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ലൊക്കേഷനിലേക്ക് വരില്ല എന്ന് പറയുന്നതെന്ന് ഹരി തുറന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ നന്ദൻ. ഞാൻ ആരെയും രക്ഷിക്കാൻ, എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്, അതെവിടെയും തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല എന്നെല്ലാം പറയുമ്പോൾ എന്നാൽ പിന്നെ നന്ദൻ ഞങ്ങളോടൊപ്പം വന്നേ മതിയാകൂ. ഇനിയിപ്പോൾ നന്ദൻ സത്യങ്ങളെല്ലാം നിയമത്തിന് മുന്നിൽ ഏറ്റു പറഞ്ഞാലും നന്ദനെയും കൊണ്ട് തെളിവെടുപ്പിനായിട്ട് പോലീസ് അവിടേക്കൊക്കെ പോകും. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ഒരു ട്രയൽ മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്നെല്ലാം ഹരിസാർ പറയുന്നുണ്ട് കേട്ടോ നന്ദനോട്. പിന്നീട് കെവിനാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇസബെല്ലയും ഐസക്കിനെയും അറിയിക്കുന്നു. അരുന്ധതി മാഡത്തിന് എല്ലാം മതിയാക്കാമെന്നുണ്ട്, പക്ഷേ ഋഷി ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് മാഡം കൂടെ നിൽക്കുന്നത്. ജഡ്ജി ഹരി വന്നതിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ടെന്നാണ് അരുന്ധതി മാഡം പറയുന്നത്. ഉന്നത തലങ്ങളിലെ അന്വേഷണത്തിന് സഹായവും അയാൾ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം കെവിൻ പറയുമ്പോൾ പേടിച്ച് അരുന്ധതി രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയേക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഐസക്ക്. അതുണ്ടാവാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ പാപ്പ, ഇനി ചന്ദ്രത്ത് നിന്ന് ഒരുത്തനും അരുന്ധതി മാഡത്തിൻ്റെ വീടിൻ്റെ പടി പോലും കയറില്ല. അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. ചന്ദ്രത്ത് നിന്നും ആരെങ്കിലും വന്നാൽ മാത്രമല്ലേ അരുന്ധതി മാഡത്തിന് എല്ലാം മതിയാക്കാം എന്നാൽ തോന്നലുണ്ടാകും. അതുകൊണ്ട് എന്ത് വേണമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇസബെല്ല. ഇതേ സമയം ഋഷിയാണെങ്കിലും അരുന്ധതിയുടെ ടെൻഷൻ കാണുമ്പോൾ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല, അവർ കളിച്ച അതേ നാണയത്തിലൂടെ തിരിച്ച് അവർക്കും ഒരു പണി കൊടുക്കണം എന്നെല്ലാം പറയുമ്പോൾ നീ എന്താ ഋഷി പറഞ്ഞു വരുന്നതെന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് അമ്മ കണ്ടു എന്ന് പറയുന്നുണ്ട് ഋഷി. എന്നെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ചന്ദ്രോത്തുകാർ ഒരാളെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്, എങ്കിൽ നമ്മുടെ ഒരാളും നന്ദനെ തേടി ചന്ദ്രോത്ത് ചെല്ലും, അതോടുകൂടി ഈ അന്വേഷണം ഒന്നും വേണ്ടെന്ന് അവർക്ക് തോന്നും എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിലെ തീ കെട്ടടങ്ങുന്നില്ല ഋഷി. കണ്ടിടത്തോളം ആ ജഡ്ജി നിസാരക്കാരനല്ല, നല്ല കഴിവുള്ളൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അരുന്ധതി വീണ്ടും ടെൻഷനാവുന്നുണ്ട്. പിന്നീട് ഋഷി പറഞ്ഞു വിട്ട ഒരാൾ ചന്ദ്രോത്ത് എത്തുന്നു.
ഋഷിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നന്ദനെ സംശയമുണ്ടെന്ന് കാണിച്ച് അരുന്ധതി ഒരു പരാതി തന്നിട്ടുണ്ടെന്നും അത് അന്വേഷിക്കാനാണ് വന്നിരിക്കുന്നത് എന്നും അയാൾ പറയുന്നത് കേട്ട് പ്രഭാവതി ആകെ ഷോക്കാവുന്നുണ്ട്. ഏതായാലും നന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ പ്രഭാവതിക്ക് ഒട്ടും കഴിയുന്നില്ല. അങ്ങനെ പ്രഭാവതി വീണ്ടും സഹായം ചോദിച്ച് ഹരിയുടെ അടുത്ത് തന്നെ ചെല്ലുന്നുണ്ട്, ഹരിസാറിൻ്റെ അടുത്ത് തന്നെ ചെല്ലുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഹരിയേട്ടൻ അവനെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദൻ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നന്ദന് കുറഞ്ഞ ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രഭ മറച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങൾ മുഴുവൻ തുറന്നു പറയണം. നന്ദനാണെങ്കിൽ ലൊക്കേഷനിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. സ്വന്തം മകൻ്റെ അവസ്ഥ കണ്ടിട്ടുള്ള ഒരമ്മയുടെ വേദനയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയൂ എന്നും ഹരി സാറ് പറയുന്നുണ്ട് കേട്ടോ. നന്ദൻ്റെ അതേ തൂക്കവും പൊക്കവും ഉള്ള ഒരാളെ ഒറ്റയ്ക്ക് കൊന്നു കൊലപ്പെടുത്തി എന്ന് പറയുന്നത് ഒന്നും എനിക്ക് പൂർണ്ണമായിട്ടും അതൊന്നും ദഹിക്കുന്നില്ല എന്ന് തന്നെ ഹരിസാറ് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ഹരിസാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രഭാവതിയാണെങ്കിൽ ഇസബെല്ലയുടെയും കെവിൻ്റെയും സഹായം നന്ദന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഏറെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്